യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 6-7 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, എൻ്റെ അധരങ്ങളെ തുറക്കുന്നത് നേരിന് ആയിരിക്കും, എൻ്റെ വായ് സത്യം സംസാരിക്കും, ദുഷ്ടത എൻ്റെ അധരങ്ങൾക്ക് അറപ്പാകുന്നു എന്നുള്ള വചനമാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവാത്മാവുള്ള, ദൈവവുമായി അടുപ്പമുള്ള, ദൈവസ്നേഹത്തിൽ വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് തൻ്റെ നാവുകൊണ്ട് താൻ പോഷ്ക പറയുകയില്ലെന്നും, നേര് പറയുവാൻ, സത്യം സംസാരിക്കാൻ മാത്രമേ അവർ നാവ് ഉപയോഗിക്കുകയുള്ളെന്നും ഈ വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. 10-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും 32-ാമത്തെ വചനം വായിക്കുന്നത്, നീതിമാൻ്റെ അധരങ്ങൾ പ്രസാദമുള്ളത് അറിയുന്നു, ദുഷ്ടന്മാരുടെ വായു വക്രത ഉള്ളതാകുന്നു. നീതിയോടെ നിലനിൽക്കുന്ന, ജീവിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾ ആനന്ദകരമാകുമ്പോൾ, തിന്മ പ്രവർത്തിക്കുന്നവരുടെ വായിൽ നിന്ന് വക്രത നിറഞ്ഞ വസ്തുതകൾ പുറത്തു വരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആ വാക്യത്തിലും ചെയ്തിട്ടുള്ളത്. 12-19 വായിക്കുമ്പോൾ, സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കും, വ്യാജം പറയുന്ന നാവോ മാത്ര നേരത്തേക്കേ ഉള്ളൂ. നാം സംസാരിക്കുന്നത് പോഷ്കാകുന്നു, വ്യാജമാകുന്നു, കള്ളമാകുന്നു എങ്കിൽ അതിന് അല്പായുസ്സു മാത്രമേ ഉള്ളൂ എന്നും, സത്യമാണ് സംസാരിക്കുന്നതെങ്കിൽ അത് എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്നതായിരിക്കുമെന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്യങ്ങളാണ് അവിടെയും കാണുവാനായിട്ട് സാധിക്കുന്നത്. 23-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വന്നാലും 16-ാം വാക്യം പറയുന്നത്, നിൻ്റെ അധരം നേർ സംസാരിച്ചാൽ എൻ്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. നാം കള്ളങ്ങളാണ്, പോഷ്കുകളാണ്, വ്യാജമാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തും അത് ഭാരമായി തന്നെ നിലനിൽക്കുമെന്നും, എന്നാൽ പറയുന്ന കാര്യങ്ങൾ സത്യമുള്ളവയാകുന്നുവെങ്കിൽ, നീതിയുള്ളവയാകുന്നുവെങ്കിൽ, വാസ്തവമായ വസ്തുതകളാകുന്നുവെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിന് വലിയ ആനന്ദം നൽകുന്നതാണ് എന്നും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 15-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ ഭാഗ്യവാന്മാരായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വ്യാജം പറയുന്നവരാകുക എന്നല്ല, പോഷ്ക് പറയുന്നവരും ധാർഷ്ട്യമുള്ളവരുമാകുക എന്നതുമല്ല. മറിച്ച് സത്യം സംസാരിക്കുന്നവരും നേർ പറഞ്ഞ് നേരായ പാതകളിലൂടെ, നേരായ വഴികളിലൂടെ നടക്കുന്നവരാകണമെന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ആ നിലയിൽ നേർ പറഞ്ഞുകൊണ്ട്
സത്യസന്ധതയോടെ ജീവിതം മുൻപോട്ട് കഴിക്കുന്നു എങ്കിൽ ദൈവം നിശ്ചയമായിട്ടും നമ്മെ അനുഗ്രഹിപ്പാനിടയാകുമെന്നും എവിടെയെല്ലാം നാം ക്ഷീണിച്ചാലും തകർന്നാലും തളർന്നാലും ദൈവം നമ്മെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് വ്യാജം ഉപേക്ഷിച്ച് നേർ പറയുന്നവരായി തീരുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിന് ദൈവം എൻ്റെ കേൾവിക്കാരായി നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ വ്യാജം പറഞ്ഞ് തകർന്നു പോകുന്നവരാകുകയല്ല, നേർ പറഞ്ഞ് സത്യം പറഞ്ഞ് ദൈവാനുഗ്രഹം അനുഭവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.